നമുക്ക് ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല. കുട്ടറക്കലോട്ടൊക്കെ കറങ്ങാൻ പോകുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പണിയും. അതുകൊണ്ട് അച്ഛനെ ബാക്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ. വരുന്നോ വരുന്നോ വരുന്നോ? ഇതാ മറ്റേ കൈതാ മറ്റേ കൈതാ. വലിയ സന്തോഷം. നമ്മൾ പോകുമ്പോൾ വഴിയെ പുറകെ കൂടും. അച്ഛനെ ഇത് പുറവെ ഇരുത്തിക്കുക. അച്ഛൻ പുറവെ ഇരുന്നു. കാരണം ഞങ്ങൾ കൊട്ടാരക്കരയിലോട്ട് പോവാം. അച്ഛന് സീറ്റ് ബെൽറ്റ് ഇടാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇല്ല അച്ഛാ ചോ എന്താ നോക്കുന്നേ? ഒന്നുമില്ല സാറേ, നമ്മൾ ചുമ്മാ കൊട്ടാരക്കര പോയിട്ട് ഫോണിന്റെ ഈ ഫ്രണ്ട് ആ ഒട്ടിച്ചേക്കുന്ന പേപ്പറല്ല പ്ലാസ്റ്റിക് അത് പൊട്ടി കീറിപ്പോയി. പൂർണ്ണം ഒട്ടിക്കണം, അല്ലെങ്കിൽ തറയിലാണ് നിന്ന് കഴിഞ്ഞാൽ ഇതായി പോകും. ഞാനുണ്ട്, വൈജുണ്ട്, അച്ഛനും ഉണ്ട്. അച്ഛന് പുറകെ ഇരുത്തിക്കുക. കാരണം അച്ഛൻ ഫ്രണ്ട് ഇരുന്ന സീറ്റ് ബെൽറ്റ് എടുത്തില്ല. പറഞ്ഞാൽ അച്ഛക്കൂരി കളയും. അതുകൊണ്ട് അച്ഛന് ബാക്കിൽ പോയിട്ട് അങ്ങനെ ഇരുത്തി പോവാം. അച്ഛൻ കയ്യിലല്ലാണ്ട് അയച്ചങ്ങ് വെച്ച് കേട്ടോ. ഞാൻ പിന്നെ അടുത്ത് മേളിയിട്ട് കൊട്ടാരം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറാൻ പോവാം. ജ്യൂസ് കുടിക്കട്ടോ. എന്താ ഉണ്ടായിരിക്കുന്നത്? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, മൊത്തവും ഉറങ്ങാതെ അവിടെ ഇരിക്കുക. ഞങ്ങൾ കൊട്ടാരക്കരയിൽ പോയിട്ട് വന്നു. അച്ഛന് ചോറ്, മീൻചാറ്, മീൻകറി, മുട്ട, അച്ചാറ്. ഞാൻ ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാവിലെയാണ് എത്തിയത്. വെളുപ്പാങ്കാലത്തെത്തി. രാവിലെ ഒരു 8 മണിയൊക്കെ എണീറ്റു. അതിനുശേഷം രാവിലെ അച്ഛനെ കൊണ്ട് ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് ഒന്ന് പോയി കറങ്ങി വന്നു. വന്നതിന് ശേഷം ചോറ് കഴിക്കായിരുന്നു. അച്ഛൻ്റെ ഷർട്ടുകളൊക്കെ മാറ്റി. ആ ഷർട്ടും കയ്യിലൊക്കെ മാറ്റിയിട്ട് പുതിയ ഷർട്ടും കയ്യിലൊക്കെ കൊടുത്തു. ആ ഷർട്ടിൻ്റെയൊക്കെ ബട്ടൺസ് അച്ഛൻ പൊട്ടിച്ച് വെച്ചേക്കും. അത് അച്ഛന് ചോറ് കൊണ്ട് കൊടുത്തു. ചോറച്ചൻ കഴിക്കുകയാണ്. വലിയ വലിയ ഇതായിട്ടേ ഉള്ളൂ ഇതിനകത്ത് വരുന്നതിന് വളരെ ഇത് ഡാബിൾ അനുസരിച്ചാണ് ഇത് ആണ്. മുട്ട എടുക്കും. അത് കഴിക്കാം, നല്ല അടിപൊളിയോ. ഞാൻ എടുത്ത് വെച്ചു. അല്ല ഞാൻ എടുത്ത് വെച്ചു. അച്ഛനെല്ലാം കൊടുത്തു. എന്നിട്ട് 2 പേര് ചോദിച്ചാൽ മെസ്സേജിനകത്ത് ചോദിച്ചു തങ്കമണി ആരാ. തങ്കമണി ആരാ? അതെൻ്റെ അമ്മയാണ്. തങ്കമണിയുടെ നമ്മുടെ വീഡിയോ കണ്ടിട്ടേ ഒരു 2-3 പേര് ചോദിച്ചു. അച്ഛൻ പറയത്തില്ലേ തങ്കമണി വിളിക്കത്തില്ലേ? അമ്മ മരിച്ചു പോയിട്ട് 3 വർഷമാണ്. അച്ഛനറിയത്തില്ല എപ്പോഴും. അത് അച്ഛൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ഇല്ല അച്ഛൻ ഞാൻ എടുത്തല്ലേ അരി പിടിച്ചു. അച്ഛൻ കഴിക്കും. ഞാൻ എടുത്തു. ഇങ്ങോട്ട് വെച്ച് നാടൻ മുട്ട അടിപൊളി. ഞാൻ പകുതിയല്ല, അച്ഛൻ എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പ്രോഗ്രാം തിരുവനന്തപുരത്തായിരുന്നു. ശ്രീകാര്യത്ത്. രാത്രിയില്ല അച്ഛൻ ശ്രീകാര്യത്ത്. മോനും വൈഫും വന്നു. വളരെ സന്തോഷകരമായിട്ട് അവരെ സ്റ്റേജിലൊക്കെ കയറി. സ്റ്റേജിൽ കയറ്റി. പിന്നെ മോന് ഒരു സർപ്രൈസായിട്ട് നമ്മുടെ നിഷാദ് പൂച്ചാക്കൽ, അതായത് നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ ഉണ്ടായ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ഫിഗർ ചെയ്യുന്നത്, അവൻ സംസാരിക്കത്തുമില്ല, അവന് കേൾക്കാനും കഴിവില്ല. പക്ഷെ അവൻ നല്ലൊരു കലാകാരനാണ്, ടൈലറാണ്. അതുപോലെ തന്നെ നല്ലൊരു മിമിക്രി കലാകാരനാണ്. അതിലുപരി അവൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പടം അതുപോലെ വരച്ചു തരും കേട്ടോ. സൂപ്പറായിട്ട് അവൻ വരയ്ക്കും. അങ്ങനെ മോൻ സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ മോൻ്റെ ഒരു പടം വരച്ച് തരണം. എന്നിട്ട് അവരെ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. അവരറിയുന്നില്ല ഈ പടം വരയ്ക്കുന്നതായിരുന്നു. അവരറിയില്ല. അത് കഴിച്ചു. മീന നല്ല അച്ഛനെടുക്ക്, ഞാൻ എടുക്കാം. അങ്ങനെ ഞാനൊരു ഫോട്ടോ അപ്പം സ്റ്റേജിൻ്റെ ബാക്ക് വെച്ചിട്ട് അവൻ അയച്ചു കൊടുത്തു. അവൻ അതുപോലെ ആ ഫോട്ടോ എൻ്റെ മോൻ്റെ വരച്ച് തന്നു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് വരച്ച് തന്നു. അവന് ഫിഗർ ചെയ്തതിന് ശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മോനെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് മോനും അറിയുന്നത് ഫോട്ടോ വരച്ചു എന്ന്.
നല്ല പ്രോഗ്രാമായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. കമ്മിറ്റിക്കാരൊക്കെ വളരെ സഹകരണമായിരുന്നു. ആ ക്ഷേത്രത്തിൽ ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് കേട്ടോ, ശാസ്താവാണ് പ്രതിഷ്ഠ. അവിടെ വൈകുന്നേരം നല്ല ചൂട് ദോശ, ലൈവായിട്ട് ദോശ ഇടുവാണ്. ചൂട് ദോശ, രസവട, ചമ്മന്തി, സാമ്പാർ. പിന്നെ അതുപോലെ തന്നെ അടിപൊളി കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി. അവിടുത്തെ അന്നദാനമാണ്. കാരണം വൈകിട്ട് തിരുവനന്തപുരത്തെ അമ്പലത്തിൽ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. വൈകിട്ട് ലൈവായിട്ട് ചൂട് സംഭവം ആൾക്കാർ ഒന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടെ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിൽ വെച്ചുള്ള മോൻ്റെ പടം വരച്ചതും നമ്മുടെ സ്റ്റേജ് ഷോയ്ക്ക് അവരെയൊക്കെ വിളിച്ച് കയറ്റി ആ വീഡിയോ കൂടെ ഇതിനകത്ത് ഇടാൻ പോകണം കേട്ടോ, കാണാം. ക്ഷേത്രത്തിലായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. നിഷാദിൻ്റെ 1 man ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ ലാസ്റ്റ് ഐറ്റം കഴിയുമ്പോൾ എൻ്റെ മോനെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ആ പടം വരച്ച പടം കൊടുത്തു. ഞാൻ വന്ന് ഇവരെ സ്റ്റേജിൽ വെച്ച് പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ എന്നോട് പറഞ്ഞു എൻ്റെ മോൻ്റെ ഒരു പടം വരച്ച് തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ആ ഫോട്ടോ കൊടുത്തു. അതിനുശേഷം മനോഹരമായി വരച്ചു. ഇദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റത്തില്ല, ചെവിയും കേൾക്കാൻ പറ്റത്തില്ല. ഈ അനുഗ്രഹീത കലാകാരൻ, മിമിക്രി ആർട്ടിസ്റ്റും നല്ലൊരു പടം വരയ്ക്കുന്ന ആളും കൂടിയാണ്. മോൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ പടം വരച്ചത് തരാനാണ് സ്റ്റേജിലേക്ക് വിളിച്ചതെന്ന്. പക്ഷേ ആ വേദിയിൽ വെച്ച് അവന് ആ പടം നൽകി. എന്തിനു വിളിച്ചോണ്ടോ? ഇത് നമ്മുടെ സതീഷ് വെട്ടിക്കോലയുടെ മോനാണ് കേട്ടോ. അപ്പോൾ ഈ മോൻ്റെ ഒരു ഫോട്ടോ അവൻ്റെ ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ മുന്നേ ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ഇരുന്ന് വരച്ചു. അത് നല്ലൊരു പടം വരയ്ക്കും. ഞാൻ ഇവിടെ എൻ്റെ മോൻ്റെ ഒരു പടം വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ചുമ്മാ അയച്ചു കൊടുത്തേ ഉള്ളൂ. ആ സമയം കൊണ്ട് നിഷാദ് വരച്ചാണ് കണ്ടത്. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം സമാപിക്കാറായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നാൾ പ്രോഗ്രാം എൻ്റെ ഭാര്യയും മകനും ഒക്കെ കാണാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് അവരൊരു സ്റ്റേജിൽ എന്നോടൊപ്പം കയറുന്നത്. വൈഫും എന്നോട് ലാസ്റ്റ് സ്റ്റേജിൽ കയറി, മകനും കയറി. ലാസ്റ്റ് ചെയിൻ സോങ്ങോട് കൂടി ഞങ്ങളുടെ ഹാസ്യകലയുടെ പ്രോഗ്രാം വൈൻഡപ്പായി. നല്ല ഓഡിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല സപ്പോർട്ടുള്ള നല്ല ആൾക്കാർ. അതുപോലെ തന്നെ കമ്മിറ്റിക്കാർക്കും എല്ലാം പ്രോഗ്രാം ഒരുപാട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫുഡായിരുന്നു. സൂപ്പർ ദോശ, ചമ്മന്തി, രസവട, സാമ്പാർ, അതുപോലെ തന്നെ നല്ല സൂപ്പർ കപ്പപ്പുഴുക്കും നല്ല എരിയുള്ള നല്ല കിട്ടിലൻ ചമ്മന്തി. അപ്പോൾ പ്രോഗ്രാം എല്ലാവരും നല്ലപോലെ ആസ്വദിച്ചു. നല്ല സഹകരണമായിരുന്നു. ഈ ഒരു പ്രോഗ്രാം അവിടെ ഞങ്ങൾക്ക് തന്ന അനിലണ്ണനോടും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ ഗ്രീൻ റൂമിൽ എല്ലാവരും കമ്മിറ്റിയിലുള്ള സുഹൃത്തുക്കളെല്ലാം വന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഞങ്ങളോടൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനിടയ്ക്കൂടെ നല്ല കപ്പയൊക്കെ നമ്മുടെ അളിയന്മാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. ഇന്നലെ തിരുവിതാംകൂർ ഹാസ്യകലയുടെ പ്രോഗ്രാമാണ്. ഇനിയിപ്പം ഈ സീസൺ ബാക്കിയുള്ള ഈ 2-3 മാസം അവരുടെ കൂടെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു പ്രോഗ്രാമാണ്. നിങ്ങൾ വേണ്ടവരൊക്കെ ബുക്ക് ചെയ്യണം കേട്ടോ. ആരാ മുട്ട കണ്ട് ഇതിനകത്ത് നാരങ്ങ ഇരിക്കുന്ന ഒരെണ്ണത്തിൻ്റെ ഇത് ഇവിടുന്ന് എടുത്തതാ. ഇരിക്കട്ടെ, വെള്ളത്തിലല്ലേ കണ്ട, ഇത് നല്ലതാ. ഇത് വേണ്ടെങ്കിൽ കഴിച്ചോട്ടെ. ഇതും കൂടെ കഴിച്ചോ? ഓക്കെ, അതുകൂടെ കഴിച്ചു. ആ മുട്ട കഴുകി അതുകൂടെ കഴിക്കച്ച. അതുകൂടെ കഴിച്ച് ചോറ് കുറച്ച് കുടിച്ച് തിന്നാൽ മതി. ഇന്നലെ രാവിലെ അച്ഛൻ 3 ദോശ കഴിച്ചായിരുന്നു. ആ മുട്ട കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ.
ആ മുട്ട എടുത്ത് കഴിക്ക്, മുട്ട കഴിക്ക്. തൊട്ടയിലേക്ക് തൊട്ടയല്ല, മുട്ട. അത് തന്നെ, അത് തന്നെ. അച്ഛൻ എനിക്ക് വെച്ചിട്ടുണ്ട് അച്ഛൻ, ഞാൻ ഒരിടത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ. പിന്നെ അപ്പോൾ ഞാൻ കഴിച്ചോളാം. അച്ഛൻ കഴിച്ചിട്ടേ ഈ മുട്ടയോട് അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. അല്ല തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു ഒന്നും കഴിവണ്ട. ഇതോടെ കഴിച്ചാട്ട് ഈ മുട്ട കഴിക്കും. ഇത് മാത്രം അല്ല എനിക്ക് പറ്റത്തില്ല, എനിക്ക് പിന്നെ ഒരുപാട് വലിയ ഇതാവും, അല്ല ഈ മുട്ട മാത്രം കഴിച്ചു, മുറിവാവും. ഈ മുട്ട മാത്രം കഴിക്കും, ഇത് മാത്രം കഴിക്കും. അതിന് പൂവൊക്കെ ഉപയോഗിക്കും, പൂവും അങ്ങനെയൊക്കെ. പൂവും കായൊന്നുമില്ല പോച്ച. അപ്പോൾ കഴിയുള്ളൂ മതി. ഓക്കെ, അതാണ് ഇത് കളയാനേ പാടില്ല. എത്ര ചോറ് കഴിച്ചു കളയാൻ മതി. പാടില്ല. കളയാൻ പാടില്ല. അത് സത്യമായിട്ട് വെക്കണം. ഞാൻ വെച്ചോളാം, ഞാൻ കഴിച്ചോളാം കേട്ടോ. അതെ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ആഹാരം അച്ഛൻ കഴിച്ചു. അപ്പോൾ ഓക്കെ അച്ഛാ, ഓക്കെ ഓക്കെ, കൈ കഴിവിക്കൂ. ഓക്കെ.